PV അൻവർ നിലമ്പൂരിൽ വോട്ട് ബാങ്കാണെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ 24 പറഞ്ഞു. അൻവറിന്റെ മുന്നണി പ്രവേശനം UDF നേതൃത്വം തീരുമാനിക്കുമെന്നും പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ. സമീർ ബിൻ കരീം തയ്യാറാക്കിയ റിപ്പോർട്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ എല്ലാ ചൂടിലേക്കും കടന്നിരിക്കുകയാണ്. ഇപ്പോൾ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവർ അലി തങ്ങൾ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് നിലമ്പൂരിലൊരു സാഹചര്യം? UDF തിരിച്ചുപിടിക്കുമോ? തീർച്ചയായും ഇപ്പോൾ UDFന് അനുകൂലമായ സാഹചര്യമാണ് നിലമ്പൂരിലുള്ളത്. കാരണം എല്ലാ ഉപതെരഞ്ഞെടുപ്പും ഈയൊരു ഭരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 2 തെരഞ്ഞെടുപ്പ് നടന്നു. അതിൽ ശക്തമായ ഭൂരിപക്ഷത്തിൽ UDFന് ജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പിലും ആ ഒരു ഭരണവിരുദ്ധ വികാരം പ്രകടമാവും എന്നത് തന്നെയാണ്. അതിൽ നിലമ്പൂരിലെ ജനങ്ങൾ UDFനോടൊപ്പം നിൽക്കും. അത് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. മറ്റൊരു കാര്യം PV അൻവറാണ്. അപ്പോൾ PV അൻവർ UDFന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തെ മുന്നണിയിലെടുക്കണം ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് എന്നുള്ളതാണ് ആവശ്യം. കഴിഞ്ഞ ദിവസം കോൺഗ്രസുമായി ചർച്ച നടത്തിയ സമയത്ത് പറഞ്ഞിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനത്തിൽ എത്തില്ല UDF ചർച്ച ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ നീണ്ടുപോകുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പം ഈ അൻവറിനെ UDFൽ യഥാർത്ഥത്തിൽ അതിനു മുന്നേ തന്നെ ഒരു തീരുമാനമാക്കേണ്ടതല്ലേ? അല്ല, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ UDF നടത്തുന്നുണ്ട്. UDFൻ്റെ യോഗത്തിൽ ഇനി വരുന്ന യോഗത്തിലൊക്കെ അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളുണ്ടാവും. അത് മുന്നോടിയായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകളൊക്കെ തന്നെ നടന്നിട്ടുണ്ട്. അത് തീർച്ചയായും ആ രീതിയിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന വിധം അതിനുള്ളൊരു അന്തിമ തീരുമാനം ഉണ്ടാവും എന്ന് നമുക്ക് നോക്കിക്കാണാം. ഈ അൻവറിൻ്റെ ഒരു പിന്തുണ UDFന് കാര്യമായിട്ട് ഗുണം ചെയ്യുമല്ലേ നിലമ്പൂരിൽ? തീർച്ചയായും അൻവർ ഒരു വലിയ ഘടകമാണ്. അദ്ദേഹത്തിനൊരു വലിയൊരു വോട്ട് ബാങ്ക് അൻവറിന് അവിടെയുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇപ്പോൾ പ്രത്യേകിച്ചും അദ്ദേഹം ഈ LDFന് പുറത്തേക്ക് വന്നത് തന്നെ രാജിവെച്ച് തന്നെ ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു ശക്തമായ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധവും അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില കാര്യങ്ങളുമാണ്. അതുകൊണ്ട് UDFനെ സംബന്ധിച്ചിടത്തോളം അൻവർ ഒരു വലിയ ഒരു അസറ്റ് തന്നെയാണ്. ആ രീതിയിൽ അൻവറിനോടൊപ്പം ജനങ്ങളുണ്ടാവും. അൻവർ കൂടി UDFൻ്റെ വിജയത്തിൻ്റെ ഒരു വലിയ ഭാഗമായി ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അൻവറിനെ UDF ചേർത്ത് നിർത്തണം എന്നുള്ളതാണ്. അതെ, പൊതുവായും ഈ ഒരു സമയത്ത് ചേർത്ത് നിർത്തുക എന്നുള്ളതിനാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അതായത് നിലമ്പൂരിൽ UDF മികച്ച വിജയം നേടും. അതോടൊപ്പം തന്നെ അൻവർ നിലമ്പൂരിലെ ഒരു പ്രധാനപ്പെട്ട വോട്ട് ബാങ്കാണ്. അത് UDFന് ഗുണം ചെയ്യുമെന്നുള്ളതാണ് മുനവർ അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കുന്നത്. സമീർ ബിൻ കരീം, 24 മലപ്പുറം.